നമുക്ക് ആദ്യം തെർമോഡൈനാമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സിൽ നിന്ന് തുടങ്ങാം. തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. സോ തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണ്, അത് ഡീല് ചെയ്യുന്നത് എന്താണ്, അല്ലെങ്കിൽ അതെന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ ആദ്യം നോക്കാം. അബ്സല്യൂട്ട് ടെമ്പറേച്ചറിൽ എൻട്രോപ്പി 0 ആയിരിക്കും. അത് തന്നെയാണ് നമ്മുടെ സെക്കൻഡ് ലോ എന്ന് പറയുന്നത്. പക്ഷെ അതിൽ ചെറിയൊരു വേരിയേഷൻ വന്നിട്ടാണ് നമ്മുടെ തേർഡ് ലോ വരുന്നത്. പ്യുവർ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസിൻ്റെ എൻട്രോപ്പി അബ്സല്യൂട്ട് 0 ടെമ്പറേച്ചറിൽ 0 ആയിരിക്കും എന്നാണ് നമ്മുടെ ലോ വരുന്നത്. ഇവിടെ ജസ്റ്റ് ആ ലോ എന്താണ് ഡീൽ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. എൻട്രോപ്പി ഓഫ് പ്യുവർ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസസ് അറ്റ് അബ്സല്യൂട്ട് 0 ടെമ്പറേച്ചറിനെ വെച്ചുകൊണ്ടാണ് നമ്മുടെ തേർഡ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് താഴെയാണ് പറയുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് കുറേ ഡെറിവേഷൻസ് കഴിഞ്ഞാണ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് സെക്കൻഡ് ലോയിൽ നിന്നും കിട്ടുന്ന ഒരു ഇക്വേഷനാണ് ഗിബ്സ് ഹെംഹോൾട്സ് ഇക്വേഷൻ എന്ന് പറഞ്ഞ ഇക്വേഷൻ. സോ ഗിബ്സ് ഹെംഹോൾട്സ് ഇക്വേഷൻ എന്താന്ന് പറഞ്ഞാൽ ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഗിബ്സ് ഫ്രീ എനർജിയെ എൻതാൽപ്പി ചേഞ്ചും ടെമ്പറേച്ചറും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഗിബ്സ് ഫ്രീ എനർജി വിത്ത് ദാറ്റ് ഓഫ് ടെമ്പറേച്ചർ, ഈ ടേമുകളെ എല്ലാം കൂടി റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് ഗിബ്സ് ഹെംഹോൾട്സ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. ഗിബ്സ് ഹെംഹോൾട്സ് ഇക്വേഷൻ ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് പ്ലസ് ടി ഇൻറ്റു ഡോ ഓഫ് ഡെൽറ്റ ജി ബൈ ഡോ ടി. അതാണ് ഗിബ്സ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഗിബ്സ് ഫ്രീ എനർജി വിത്ത് ദാറ്റ് ഓഫ് ടെമ്പറേച്ചർ, ആ ഒരു ടേം correlates heat change delta H with the change in Gibbs potential delta G. അതാണ് നമ്മുടെ ഗിബ്സ് ഹെംഹോൾട്സ് ഇക്വേഷൻ. അത് നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നതാണ്? സെക്കൻഡ് ലോ ഓഫ്, അല്ലെങ്കിൽ നേരത്തെ വന്നിരിക്കുന്ന ലോകളിൽ നിന്ന് കിട്ടുന്ന, തെർമോഡൈനാമിക്സിൻ്റെ നേരത്തെ ലോകളിൽ നിന്ന് കിട്ടുന്നതാണ് നമ്മുടെ ഗിബ്സ് ഹെംഹോൾട്സ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഡോ ഡെൽറ്റ ജി ബൈ ഡോ ടി 0 ആയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഡെൽറ്റ ജി ഡെൽറ്റ എച്ചിനോട് ഈക്വൽ ആകും. അങ്ങനത്തെ പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. ഓക്കെ, ഗാൽവാനിക് സെൽസിൽ അങ്ങനത്തെ പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. ഡെൽറ്റ ജി എൻതാൽപ്പിയോട് ഈക്വൽ ആകുന്നത്, ഗിബ്സ് ഫ്രീ എനർജി എൻതാൽപ്പിയോട് ഈക്വൽ ആകുന്നു. ഡെൽറ്റ ജി ഓൾമോസ്റ്റ് 0 ആണെങ്കിൽ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത്, ഡെൽറ്റ ജി 0 ആണെങ്കിൽ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് ഈ ഒരു വാല്യൂ നമുക്ക് വരും. ഓക്കെ, അതും അങ്ങനത്തെയും പ്രോസസ്സുകളുണ്ട്. ഇനി ടി 0 ആണ്, ടി 0 ആണെങ്കിൽ ഡെൽറ്റ ജി ഡെൽറ്റ എച്ചിനോട് ഈക്വൽ ആവുന്നു. ഈ 3 കേസസ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, വെൻ ഹവർ ഇഫ് ഇറ്റ് ഈസ് ഓൺലി ഓഫ് തിയറട്ടിക്കൽ ഇമ്പോർട്ടൻസ് ബട്ട് നോട്ട് ഓഫ് പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ്. ഓക്കെ, ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി അത് ഇമ്പോർട്ടൻ്റ് അല്ല, ഇത് തിയറട്ടിക്കൽ ഇമ്പോർട്ടൻസിന് മാത്രമാണ് നമ്മൾ അബ്സല്യൂട്ട് 0 എന്ന് പറയുന്ന ഒരു ടെമ്പറേച്ചർ 0 എന്ന് പറഞ്ഞാൽ അതാണ് അബ്സല്യൂട്ട് 0 കെൽവിൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു കൺസെപ്റ്റ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഇതിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ലിമിറ്റേഷനിൽ നിന്നെന്ന് പറഞ്ഞാൽ ഡെൽറ്റ ജിയും ഡെൽറ്റ എച്ചും തമ്മിൽ ഒരു ഇനീക്വാളിറ്റി ഉണ്ട്. അത് നമുക്ക് മെഷർ ചെയ്യാൻ പാടാണ്. തെർമൽ ഡേറ്റ അതിന് പെർമിറ്റ് ചെയ്യത്തില്ല. അവിടെ ഒരു അസേർട്ടേണിറ്റി നമുക്ക് ഡെൽറ്റ ജി മെഷർ ചെയ്യുന്നതിനുണ്ട്. അതാണ് ഗിബ്സ് ഹെംഹോൾട്സ് ഇക്വേഷൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പം നമുക്ക് ഗിബ്സ് ഹെംഹോൾട്സ് ഇക്വേഷൻ്റെ ലിമിറ്റേഷനിൽ നിന്നാണ് നമുക്ക് തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വരുന്നത്. അതിന് നമ്മൾ ആദ്യം പഠിക്കുന്ന തിയറം നോൺസ്റ്റ് ഹീറ്റ് തിയറമാണ്. റിച്ചാർഡ്സ് 1902 തെർമോഡൈനാമിക് ചേഞ്ചസ് ലോ ടെമ്പറേച്ചറിൽ ഗാൽവാനിക് സെൽസിൽ സ്റ്റഡി ചെയ്തിട്ട് എന്താണ് തെളിയിച്ചത്? ഡോ ഡെൽറ്റ ജി ബൈ ഡോ ടി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കുറയും തോറും ഡിക്രീസസ് വിത്ത് ഡിക്രീസ് ഓഫ് ടെമ്പറേച്ചർ. അതുകൊണ്ട് കൺക്ലൂഡ് ചെയ്തു ഡെൽറ്റ ജിയും ഡെൽറ്റ എച്ചും തന്നിലേക്ക് മീൻസ് അവരിലേക്ക് അപ്രോച്ച് ഈച്ച് അതർ റാപ്പിഡ്ലി. അവർ ഈ ഒരു കൺസെപ്റ്റ് അവർ വളരെ വേഗം തന്നെ അപ്രോച്ച് ചെയ്യുന്നു എന്നൊരു കോൺസെപ്റ്റ്, എന്നൊരു കൺക്ലൂഷൻ അവിടെ കൊണ്ടുവന്നു. പക്ഷെ എക്സ്ട്രീംലി ലോ ടെമ്പറേച്ചറിൽ അവിടെ എന്ത് നടക്കുന്നു? ഡെൽറ്റ ജിയും ഡെൽറ്റ എച്ചും എന്താവുന്നു? ഈക്വൽ ആകുന്നു. ഓക്കെ, അപ്പം
റിച്ചാർഡ്സ് പറഞ്ഞതാണ് ലിമിറ്റ് ടി ടെൻസ് ടു സീറോ എന്താണ് ടെമ്പറേച്ചർ സീറോയോട് അടുക്കുമ്പോൾ, ലോ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ സീറോ അല്ലേ, സീറോയിലോട്ട് അടുക്കുമ്പോൾ ഡെൽറ്റ ജി ഡെൽറ്റ എച്ചിനോട് ഈക്വൽ ആകുന്നു. അല്ലാത്ത പക്ഷം ടെമ്പറേച്ചർ എങ്ങനെ കുറയുന്നോ ഡോ ഡെൽറ്റ ജി ബൈ ഡോ ടി എന്ന് പറയുന്ന ടേം കുറയുന്നു. അതുമൂലം ഡെൽറ്റ ജിയും ഡെൽറ്റ എച്ചും റാപ്പിഡായിട്ട് അപ്രോച്ച് ചെയ്യുന്നു ഈച്ച് അതർ. ഓക്കെ, റിച്ചാർഡിൻ്റെ ഈ ഒരു പോസ്റ്റുലേറ്റ്, ഈ ഒരു കൺക്ലൂഷൻ കൊണ്ടാണ് നേൺസ്റ്റ് ഒരു പോസ്റ്റുലേറ്റ് തയ്യാറാക്കുന്നത്. നേൺസ്റ്റ് 1906 postulated that value of dou delta G by dou T approaches zero gradually as the temperature is lowered towards absolute zero. ഓക്കെ, ഇത് തന്നെയാണ് എന്താണ് റിച്ചാർഡ്സ് പറഞ്ഞത്. പക്ഷെ അതിനൊരു വേരിയേഷൻ കൊണ്ട് അവിടെ പറഞ്ഞത് ഡിക്രീസ് എവിടം വരെ ഡിക്രീസ് ചെയ്യുന്നു അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് പറഞ്ഞില്ലായിരുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ഡോ ഡെൽറ്റ ജി ബൈ ഡോ ടിയുടെ വാല്യൂ ഗ്രാജ്വലി സീറോയോട് അപ്രോച്ച് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ എന്താവുന്നു സീറോയോട് ലോവർ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ സീറോയോട് അടുത്ത് കുറഞ്ഞ് സീറോയോട് അടുത്ത് വരുമ്പോഴത്തേക്ക് ഡോ ഡെൽറ്റ ജി ബൈ ഡോ ടിയുടെ വാല്യൂ എന്ത് ചെയ്യുന്നു സീറോയോട് അപ്രോച്ച് ചെയ്യുന്നു എന്നാണ് നേൺസ്റ്റ് ഹീത്ത് തിയറം പറയുന്നത്. ഇതാണ് നേൺസ്റ്റ് ഹീത്ത് തിയറത്തിൻ്റെ പോസ്റ്റുലേറ്റ്. അക്കോർഡിംഗ് ടു ദിസ് തിയറം ഡെൽറ്റ ജിയും ഡെൽറ്റ എച്ചും അബ്സല്യൂട്ട് സീറോയിൽ ഈക്വൽ ആകുക മാത്രമല്ല, പക്ഷേ അസിംപ്റ്റോട്ടിക്കലി അവർ എന്ത് ചെയ്യുന്നു അപ്രോച്ച് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രാജ്വലി അറ്റ് ടെമ്പറേച്ചർ ക്ലോസ് ടു സീറോ. അവർ വളരെ പയ്യെയാണ് എന്ത് ചെയ്യുന്നത് ഇവിടേക്ക് തന്നിലേക്ക് അപ്രോച്ച് ചെയ്യിച്ചത്. അതാണ് നമ്മൾ ഫിഗർ 1 കാണിച്ചേക്കുന്നത്. റിച്ചാർഡ്സ് പറഞ്ഞനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അപ്രോച്ച് ഈച്ച് അതർ റാപ്പിഡ്ലി എന്നായിരുന്നു റിച്ചാർഡ്സ് പറഞ്ഞത്. അതാണ് ഈ ഒരു കർവ്, ഇങ്ങനെ ഒരു ഡോട്ടഡ് ലൈൻ ഇട്ട കർവ് എന്ന് പറഞ്ഞാൽ. പക്ഷേ അവർ റാപ്പിഡായിട്ടല്ല അപ്രോച്ച് ചെയ്യുന്നത്, അവർ അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചറിൽ ഈക്വൽ ആകുന്നു, അത് ശരിയാണ്. പക്ഷേ അവർ ഗ്രാജ്വലി ഭയങ്കര അസിംപ്റ്റോട്ടിക്കലി ആണ് എന്ത് ചെയ്യുന്നത് അബ്സല്യൂട്ട് സീറോ ഒരു ടെമ്പറേച്ചർ കുറഞ്ഞു വരുമ്പോൾ ഇവർ അപ്രോച്ച് ചെയ്യുന്നത്. ഈ ഒരു കർവ് വെച്ചാണ്, വളരെ പയ്യെയാണ് അവർ എന്ത് ചെയ്യുന്നത് അപ്രോച്ച് ചെയ്യുന്നതെന്നാണ് നേൺസ്റ്റ് ഹീത്ത് തിയറം വെച്ച് നമുക്ക് നേൺസ്റ്റ് ഹീത്ത് തിയറം പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ഇതുണ്ട്. അപ്രോച്ച് ഓഫ് ഡെൽറ്റ ജി ആൻഡ് ഡെൽറ്റ എച്ച് ടുവേർഡ്സ് ഈച്ച് അതർ ഈസ് റെപ്രസെൻറ്റഡ് ബൈ ഫുൾ ലൈൻ, നോട്ട് ബൈ ദ ഡോട്ടഡ് ലൈൻ. മാത്തമാറ്റിക്കലി നമുക്ക് നേൺസ്റ്റ് തിയറം എങ്ങനെ എഴുതാം? റിച്ചാർഡ്സ് തിയറം മാത്തമാറ്റിക്കലി എഴുതിയതാണ്. ലിമിറ്റ് ടി ടെൻസ് ടു സീറോ ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച്. മാത്തമാറ്റിക്കലി നേൺസ്റ്റ് തിയറം നമുക്ക് ഇങ്ങനെ എഴുതാം. ലിമിറ്റ് ടി ടെൻസ് ടു സീറോ, ലിമിറ്റ് എന്താണ് ടെമ്പറേച്ചർ സീറോയോട് അടുക്കും തോറും ഡോ ഡെൽറ്റ ജി ബൈ ഡോ ടി ഈക്വൽ ടു സീറോ ആകുന്നു അല്ലേ? അതേപോലെ തന്നെ ഡോ ഡെൽറ്റ എച്ച് ബൈ ഡോ ടീം എന്താകുന്നു ഈക്വൽ ടു സീറോ ആകുന്നു. എൻതാൽപ്പി മാത്രമല്ല, ഗിബ്സ് ഫ്രീ എനർജി മാത്രമല്ല, എൻതാൽപ്പിയും സീറോയോട് അടുക്കുകയാണെന്നാണ് നേൺസ്റ്റ് ഹീത്ത് തിയറം വെച്ച് നമുക്ക് മാത്തമാറ്റിക്കലി അവരെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇനി ഇതിൽ കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ്. അത് നമുക്ക് തെർമോഡൈനാമിക്സ്, നേരത്തെ തെർമോഡൈനാമിക്സ് വഴി കിട്ടുന്ന സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇതുപോലെ തന്നെ പഠിച്ചു വെക്കുക. കാരണം നേൺസ്റ്റ് ഹീത്ത് തിയറം എസ്സേ ആണ്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. എസ്സേക്ക് തന്നെ തിയറം ഡിറൈവ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്, മാത്തമാറ്റിക്കൽ ഡെറിവേഷൻ ചോദിച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ മാത്തമാറ്റിക്കൽ ഡെറിവേഷൻ. വളരെ കുഞ്ഞു ഡെറിവേഷനാണ്, പാടൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ തന്നെ പഠിച്ചു വെക്കുക. എന്തൊക്കെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ളത് പഠിച്ചു വെക്കുക. നമുക്ക് തെർമോഡൈനാമിക്സിൽ നിന്ന് കിട്ടുന്ന 2 സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഡോ ഡെൽറ്റ എച്ച് ബൈ ഡോ ടിക്ക് നമ്മൾ ഡെൽറ്റ സി പി, ഹീറ്റ് കപ്പാസിറ്റിയുടെ ഡിഫറൻസസ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ, അതിൻ്റെ ഡിഫറൻസസ്, റിയാക്റ്റൻസിൻ്റെയും പ്രോഡക്ട്സിൻ്റെയും ഡിഫറൻസസ് ആണ് ഡെൽറ്റ സി പി എന്നും. ഡോ ഡെൽറ്റ ജി ബൈ ഡോ ടിക്ക് നമ്മൾ കൊടുക്കുന്നതാണ് മൈനസ് ഡെൽറ്റ എസ്, എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദ റിയാക്ഷൻ. ഓക്കെ,
അപ്പോൾ ഇത് രണ്ടും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലിമിറ്റ് ഇങ്ങനെ ഇക്വേഷൻ മാറും. ലിമിറ്റ് ടി ടെൻസ് ടു 0 ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു 0, ലിമിറ്റ് ടി ടെൻസ് ടു 0 ഡെൽറ്റ സി പി ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ ഇക്വേഷൻ മാറും. അപ്പം ഇക്വേഷൻ 4 and 5 നമുക്ക് എന്ത് സിഗ്നിഫിക്കൻസ് ആണ് തരുന്നത്? Okay, as temperature is lower towards entropy absolute 0, entropy change of a reaction tends to approach 0. എന്താണ് ഇവിടെ പറയുന്നത്? നമ്മളുടെ ടെമ്പറേച്ചർ അബ്സല്യൂട്ട് സീറോയോട് അടുക്കുമ്പോഴത്തേക്ക് എൻട്രോപ്പി ചേഞ്ച് ഓഫ് എ റിയാക്ഷനും എന്ത് ചെയ്യുന്നു? സീറോയോട് അപ്രോച്ച് ചെയ്യുന്നു. ഓക്കെ, പിന്നെന്താണ് അടുത്തത് എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ ഹീറ്റ് കപ്പാസിറ്റീസ് ഓഫ് പ്രോഡക്ട്സ് ആൻഡ് റിയാക്റ്റൻസ് tends to approach 0 as the temperature is lower towards absolute 0. ഇതല്ലേ നമ്മൾ മുകളിൽ എഴുതി മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈ നാൻസ് തിയറം പ്യുവർ സോളിഡ്സിനാണ് നല്ലപോലെ ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, പ്യുവർ സോളിഡ്സിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ തേർഡ് ലോ ഉള്ളത് തന്നെ. ഓക്കെ, സോ നെക്സ്റ്റ് third law of thermodynamics. Okay. സി ഇവിടെ നാൻസ് തിയറത്തിൻ്റെ ഒരു കോൺസിക്വൻസ് അല്ലെങ്കിൽ ഒരു റിസൾട്ടാണ് ലിമിറ്റ് ടി ടെൻസ് ടു 0 ഡെൽറ്റ സി പി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഹീറ്റ് കപ്പാസിറ്റി എന്തായിരിക്കണം? അബ്സല്യൂട്ട് സീറോയോട് അടുക്കുമ്പോഴത്തേക്ക് 0 ആണ്. ഓക്കെ, അപ്പം എന്താണ് അബ്സല്യൂട്ട് സീറോയിൽ ഹീറ്റ് കപ്പാസിറ്റീസ് അപ്പം എന്തായിരിക്കണം? റിയാക്റ്റൻ്റ് ആൻഡ് പ്രോഡക്ട്സിൻ്റെ ഈക്വൽ ആയിരിക്കണം, എന്നാലല്ലേ അവർ 0 ആവുകയുള്ളൂ. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ ഫ്രം ക്വാണ്ടൽ പ്രിൻസിപ്പിൾസ് ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് അറ്റ് എ വെരി ലോ ടെമ്പറേച്ചർ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് എ സോളിഡ് കണ്ടിന്യൂസ്ലി ഡിമിനിഷസ് വിത്ത് ലോവറിങ് ഓഫ് ടെമ്പറേച്ചർ. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ക്വാണ്ടം പ്രിൻസിപ്പിൾസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് അറ്റ് വെരി ലോ ടെമ്പറേച്ചേഴ്സിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് എ സോളിഡ് കണ്ടിന്യൂസ് ആയിട്ട് ഡിമിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പിന്നീട് വാനിഷ് ആയിപ്പോവും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഹീറ്റ് കപ്പാസിറ്റി സി പി എന്ന് പറയുന്നത് സീറോയോട് ടെൻഡ് ടു ബിക്കം 0 അറ്റ് 0 കെൽവിൻ. അങ്ങനെയാണ് ഈ ഒരു ഇത് വരുന്നത്. ലിമിറ്റ് ടി ടെൻസ് ടു 0 സി പി ഈക്വൽ ടു 0. നേരത്തെ പറഞ്ഞത് നമ്മൾ എന്തായിരുന്നു? ഡെൽറ്റ സി പി ഈക്വൽ ടു 0 ആയിരുന്നു. രണ്ടും കൂടി കൺഫ്യൂസ് ആവരുത്. ഓക്കെ, ഇനി നമുക്കറിയാം അടുത്ത റിസൾട്ട് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ടി ടെൻസ് ടു 0 ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ എസ് 0 ആയിരിക്കണം അബ്സല്യൂട്ട് സീറോയിൽ. ഓക്കെ, എന്ന് പറഞ്ഞാൽ എൻട്രോപ്പി ചേഞ്ച് ഓഫ് എ പ്രോസസ് ഇൻവോൾവിങ് സോളിഡ്സ് ബിക്കം 0 അറ്റ് 0 കെൽവിൻ. എന്ന് പറഞ്ഞാൽ എന്താണ്? റിയാക്റ്റൻ്റ് ആൻഡ് പ്രോഡക്ട്സിൻ്റെ അബ്സല്യൂട്ട് എൻട്രോപ്പീസ് സോളിഡ് സ്റ്റേറ്റിൽ ഐഡൻറ്റിക്കൽ ആയിരിക്കണം. Okay, so it is highly probable that all substances in the solids have same entropy at absolute 0. Absolute 0യിൽ സോളിഡ് സ്റ്റേറ്റിൽ സബ്സ്റ്റൻസസിന് സെയിം എൻട്രോപ്പി വന്നാലേ അത് എന്താവത്തുള്ളൂ? അവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 0 ആയി പോവുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് പ്ലാങ്ക് തന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എൻട്രോപ്പി ഓഫ് എ സോളിഡ് ഓർ എ ലിക്വിഡ് ഈസ് 0 അറ്റ് അബ്സല്യൂട്ട് 0 ടെമ്പറേച്ചർ. അങ്ങനെയാണ് ഇങ്ങനൊരു മാത്തമാറ്റിക്കൽ ഫോം വരുന്നത്. ലിമിറ്റ് ടി ടെൻസ് ടു 0 എസ് ഇസ് ഈക്വൽ ടു 0. എൻട്രോപ്പി ഓഫ് എ സോളിഡ് ഓർ എ ലിക്വിഡ് ഈസ് 0 അറ്റ് അബ്സല്യൂട്ട് 0 ടെമ്പറേച്ചർ. ഓക്കെ, അടുത്തത് ലൂയിസ് റാൻഡൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇത് ഇതുപോലെ തന്നെ എ പാർട്ടിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മോഡിഫൈഡ് പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ മോഡിഫൈഡ് ഫോം എന്ന് പറയുന്നത്
പുള്ളി പ്ലാങ്ക് പറഞ്ഞതാണ് തേർഡ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ്, എൻട്രോപ്പി ഓഫ് എ സോളിഡ് ഓർ എ ലിക്വിഡ് ഈസ് സീറോ അറ്റ് അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ. അതാണ് നമ്മുടെ തേർഡ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ മോഡിഫിക്കേഷൻ വരുത്തിയ ഒരു ആളാണ് ലൂയിസ് റൺഡാൽ എന്ന് പറയുന്നത്. ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു ചോദിച്ചിട്ടുണ്ട്, മോഡിഫൈഡ് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു ചോദിച്ചിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് പഠിക്കേണ്ടത്. എവരി സിസ്റ്റം ഹാസ് എ ഫൈനൈറ്റ് പോസിറ്റീവ് എൻട്രോപ്പി. ഓരോ സിസ്റ്റത്തിനും പോസിറ്റീവ് എൻട്രോപ്പി ആണുള്ളത്. പക്ഷേ അറ്റ് അബ്സല്യൂട്ട് സീറോ ഓഫ് ടെമ്പറേച്ചർ ആ എൻട്രോപ്പി എന്താവുന്നു? സീറോ ആകുന്നു. ആൻഡ് ഡസ് ബിക്കം ഇൻ ദ കേസ് ഓഫ് എ പ്യുവർ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ്. എല്ലാം ഇവിടെ പ്ലാങ്ക് പറഞ്ഞത് സോളിഡ്സിൻ്റെ ലിക്വിഡ്സിലും കേസിൽ, അല്ലെങ്കിൽ പ്യുവർ ക്രിസ്റ്റലൈൻസ് സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സിൻ്റെ കേസിൽ എന്താവണം? സീറോ ആയിരിക്കും അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചറിൽ പ്ലാങ്ക് പറഞ്ഞത്. ഇവർ പറഞ്ഞു വെക്കുന്നത് എവരി സിസ്റ്റം ഹാസ് എ ഫൈനൈറ്റ് പോസിറ്റീവ് എൻട്രോപ്പി, ബട്ട് അറ്റ് അബ്സല്യൂട്ട് സീറോ ഓഫ് ടെമ്പറേച്ചർ ആ എൻട്രോപ്പി എന്താവണം? മേ ബിക്കം സീറോ ആൻഡ് ദസ് ബിക്കം ഇൻ ദ കേസ് ഓഫ് പ്യുവർ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ്. പ്യുവർ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസും ഇത് അംഗീകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മുടെ ലൂയിസ് റൺഡാൽ സ്റ്റേറ്റ്മെൻ്റ് അവിടെ നമുക്ക് ഇതാവുന്നത്. ഓക്കെ, പറയുന്നത്. സോ പെർഫെക്റ്റ് ക്രിസ്റ്റൽ എന്താണ്? ഇൻ കേസ് ഓഫ് എ പെർഫെക്റ്റ് ക്രിസ്റ്റൽ അബ്സല്യൂട്ട് സീറോ ഓഫ് ടെമ്പറേച്ചറിൽ ഈച്ച് കോൺസ്റ്റിറ്റ്യുവൻ്റ് ഓഫ് ക്രിസ്റ്റൽ, അത് ആറ്റം ആകാം, അയോൺ ആകാം, അതിനകത്ത് മോളിക്യൂൾ ആകാം, അത് എന്താണ് ക്രിസ്റ്റലിൻ്റെ പ്രോപ്പർ ലാറ്റിസ് പോയിന്റിലായിരിക്കണം. മസ്റ്റ് ഹാവ് ലോവസ്റ്റ് എനർജി. പെർഫെക്റ്റ് ക്രിസ്റ്റൽ എന്താണെന്ന് പെർഫെക്റ്റ് ക്രിസ്റ്റൽ ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. This means that particular state is one with perfect order or zero disorder and hence with zero entropy. എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ക്രിസ്റ്റൽ എന്താണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചറിൽ ആ ക്രിസ്റ്റലിനകത്ത് ഓരോ കോൺസ്റ്റിറ്റ്യുവൻസും, അത് അവയുടെ മോളിക്യൂളാകാം, അത് അവയുടെ അയോൺ ആകാം, അത് അവയുടെ ആറ്റം ആകാം, അതെല്ലാം എന്ത് ചെയ്യണം? ക്രിസ്റ്റലിൻ്റെ പെർഫെക്റ്റ് ലാറ്റിസ് പോയിന്റിൽ ഇരിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു ഡിസോർഡർ അല്ലെങ്കിൽ ഒരു ഡിസ്പാച്ച് അവിടുന്ന് പാടില്ല. അവർക്ക് ലോവസ്റ്റ് എനർജി ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ perfect crystal is this particular state in which the crystal has a perfect order. ഒരു പെർഫെക്റ്റ് ഓർഡർ ക്രിസ്റ്റലിന് വേണം. അല്ലെങ്കിൽ എന്തായിരിക്കണം? സീറോ ഡിസോർഡർ ആയിരിക്കും. ഒരു ഡിസോർഡറും പാടില്ല. സോ ഡിസോർഡറിൻ്റെ ഒരു മെഷർമെൻ്റ് ആണല്ലോ നമ്മുടെ എൻട്രോപ്പി എന്ന് പറയുന്നത്. ഡിസോർഡറേ അവിടെ ഇല്ലെങ്കിൽ എൻട്രോപ്പി എന്തായി പൊക്കോളും? സീറോ ആയി പൊക്കോളും. അങ്ങനെയാണ് നമ്മളൊരു പെർഫെക്റ്റ് ക്രിസ്റ്റലിനെ ഡിഫൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് അബ്സല്യൂട്ട് എൻട്രോപ്പീസിൻ്റെ ഒരു ഇവാലുവേഷൻ്റെ ഡെറിവേഷനാണ്. ഓക്കെ, സോ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻ ഓഫ് തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ് ഡിറ്റർമിനേഷൻ ഓഫ് എൻട്രോപ്പി ഓഫ് എ സബ്സ്റ്റൻസ്. അത് സോളിഡ് ആവാം, ലിക്വിഡ് ആവാം, ഗ്യാസ് ആവാം. അതാണ് നമ്മുടെ തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എൻറ്റയർലി ഡീൽസ് വിത്ത് എൻട്രോപ്പി. അത് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ, എൻട്രോപ്പി ഓഫ് എ സബ്സ്റ്റൻസ് അറ്റ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ, അതിനെ ആണ് ഡീൽ ചെയ്യുന്നത്. സോ അത് എന്താണ് ഇമ്പോർട്ടൻ്റ് ആപ്ലിക്കേഷൻ അപ്പോൾ എന്തായിരിക്കണം? എൻട്രോപ്പി, ഒരു സബ്സ്റ്റൻസിൻ്റെ എൻട്രോപ്പി ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റണം. അതാണ് നമ്മുടെ തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ അതിൻ്റെ ഡെറിവേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഫോർ ആൻ ഇൻഫിനിറ്റിസിമലി സ്മോൾ ചേഞ്ച് ഓഫ് എ സിസ്റ്റം എൻട്രോപ്പി ചേഞ്ച് നമുക്ക് എൻട്രോപ്പി ചേഞ്ച് നമുക്ക് എഴുതാൻ പറ്റിയ ഇക്വേഷൻ DS = dQ/T. അതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. അത് നമുക്ക് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ നിന്നാണ് കിട്ടുന്നത്. DS = dQ/T. എന്താണ് അത് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അറിയില്ല എങ്കിൽ അത് അതുപോലെ തന്നെ ഒന്ന്
എന്താണ് ബ്രെയിനിലേക്കൊന്ന് ഇത് ചെയ്ത് വെക്കുക. ഡി എസ് ഇസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ടി. ഇതിനകത്ത് അങ്ങനത്തെ പല ഇക്വേഷൻസും പല ഡെറിവേഷൻസും അങ്ങനെയുണ്ട് സ്റ്റാറ്റിസ്റ്റിക്കലിനകത്ത്. അത് അങ്ങനെ തന്നെ രജിസ്റ്റർ ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. ഒന്ന് എഴുതി പഠിച്ച് രജിസ്റ്റർ ചെയ്ത് വെക്കുക. അപ്പോൾ ഡി എസ് ഇസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ടി. അത് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ നിന്ന് കിട്ടുന്നതാണ്. ഡി എസ് ഇസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ 3. എന്തുവാ ds is equal to dq by t. ഓക്കെ, അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ നമ്മൾ അതിനെ ഈ ഡി എസിനെ തന്നെ ഡോ എസ്, സ്മോൾ ചേഞ്ച് എന്ന് ഉദ്ദേശിക്കാനാണ് ഈ ഡോ എസ് എന്ന് എഴുതുന്നത്. ഡോ എന്ന് പറയുന്ന ടേം ഉപയോഗിക്കുന്നത് ഈ ടേം. സോ ഡോ എസ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഇസ് ഈക്വൽ ടു ഡോ ക്യൂ ബൈ ടി. ഓക്കെ,